മൃദംഗനാദം മൃദംഗവിഷൻ ഗിന്നസ് പരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ കൂടുതൽ പരാതികൾ. സംഘാടകർ സാമ്പത്തികമായി വഞ്ചിച്ചെന്ന് നൃത്തത്തിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശി ശ്രീജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല. സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും ശ്രീജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞാനടക്കം 12,000 പേർ പങ്കെടുത്ത ഈ മെഗാ പരിപാടിയിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അവർക്ക് അടിസ്ഥാനപരമായ ഒരു ബാത്റൂം സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ഒരു ആംബുലൻസോ മെഡിക്കൽ സംവിധാനങ്ങളോ ഡോക്ടറോ അങ്ങനെ യാതൊരുവിധ സംവിധാനങ്ങളും ഇല്ലാതെയാണ് ഈ പ്രോഗ്രാം കണ്ടന്റ് ചെയ്തത്. അതിനാൽ ഇതിനെതിരെ ശക്തമായിട്ട് ഗവൺമെൻറ് ഒരു നടപടി സ്വീകരിക്കണം. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നു എന്നുള്ള പരാതികളാണ് ഇപ്പോൾ രക്ഷിതാക്കളിൽ നിന്നും ഉയരുന്നത്. എന്തൊക്കെയാണ് ഇവരുടെ സാമ്പത്തികമായ ക്രമക്കേടുകൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ കൂടുതലായി നമ്മളോട് വ്യക്തമാക്കുന്നത്? സഹിൻ, ലക്ഷ്മി പത്മ, നേരത്തെ രക്ഷിതാക്കൾ മാത്രമാണ് പരാതി നൽകിയതെങ്കിൽ ഇപ്പോൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന ആളുകൾ കൂടി പരാതിയുമായി രംഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ ശ്രീജ കാക്കനാട് സ്വദേശിയാണ്. ശ്രീജയും പരാതിയുമായി വന്നിരിക്കുന്നു. അങ്ങനെ 4-5 പരാതികൾ ഇതിനോടകം തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പരാതിയിൽ പോലീസ് ഇന്നലെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 4 പേരാണ് ആ FIRൽ പ്രതികളായിട്ടുള്ളത്. ഒന്ന് കമ്പനിയും മൃദംഗവിഷൻ്റെ MD ആയിട്ടുള്ള നികേഷ് കുമാർ കേസിൽ പ്രതിയാണ്. മറ്റൊന്ന് നികേഷ് കുമാറിൻ്റെ ഭാര്യ കേസിൽ പ്രതിയാണ്. കൂടാതെ CEO ഈ കേസിൽ പ്രതിയാണ് ഷമീർ. 4ാമത്തെ പ്രതി എന്ന് പറയുന്നതാണ് സുപ്രധാനമായ ഒരു പ്രതി, ദിവ്യ ഉണ്ണിയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് പൂർണിമ. അമേരിക്കൻ പൗരത്വമുള്ള പൂർണിമ ഈ സംഘാടകരിൽ പ്രധാനിയായിരുന്നു. അപ്പോൾ അങ്ങനെ 4 പേരാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. ദിവ്യ ഉണ്ണിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യവും ശക്തമായി വരികയാണ്. ദിവ്യ ഉണ്ണിയെ ചോദ്യം ചെയ്യാൻ നേരത്തെ തന്നെ പോലീസ് തീരുമാനിച്ചിരുന്നു. എന്തായാലും ഉടൻ തന്നെ അവർക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവ്യ ഉണ്ണിക്ക് സാമ്പത്തിക ഇടപാടിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നതും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 7 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെ പോലീസ് തീരുമാനിച്ചതും ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതും കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പരാതിക്കാരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നതെല്ലാം. എന്തായാലും ദിവ്യ ഉണ്ണിയുടെ പങ്കാണ് പ്രധാനമായിട്ടും അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നത്. ലക്ഷ്മി പത്മ, ദിവ്യ ഉണ്ണിയുടെ പങ്കുകൂടി അന്വേഷിക്കണം എന്ന് പറയുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത കാക്കനാട് സ്വദേശി ശ്രീജയാണിപ്പോൾ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ രക്ഷിതാക്കളാണ് പറഞ്ഞിരുന്നത്. ഞാൻ ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ എൻ്റെ വിചാരം അത് രക്ഷിതാവാണ് ഈ പരാതി ഉന്നയിച്ചത് എന്നായിരുന്നു. അതല്ല, രക്ഷിതാക്കൾ നേരത്തെ തന്നെ പരാതി ഉയർത്തിയിരുന്നു. ഇതിപ്പോൾ ശ്രീജ, കാക്കനാട് സ്വദേശിയായ ശ്രീജ പരിപാടിയിൽ പങ്കെടുത്ത ആളാണ്, അതിൻ്റെ സംഘാടനത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അവർ കൂടി ഇപ്പോൾ ഈ പരാതി ഉയർത്തുകയാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.